ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. സ്പൈസസ് ബോർഡ് ഡയറക്ടറായി സി സദാനന്ദൻ എംപിയെ തെരഞ്ഞെടുത്തു. രാജ്യസഭാ അംഗങ്ങളുടെ കാറ്റഗറിയിലാണ് തെരഞ്ഞെടുത്തത്. ഫസ്റ്റ് ഓൺ 24 ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഗുഡ് ആഫ്റ്റർനൂൺ. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഗുഡ് ആഫ്റ്റർനൂൺ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ സുഗന്ധവ്യഞ്ജനത്തിന് വലിയ രീതിയിൽ സാധ്യതയുണ്ട്, കയറ്റുമതി സാധ്യത. ഇതെല്ലാം ക്രമീകരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അതോറിറ്റി സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അതിലേക്കാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാറ്റഗറിയിൽ സി സദാനന്ദൻ എം പി, അദ്ദേഹം BJPയുടെ രാജ്യസഭാ അംഗമാണ്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാജ്യസഭാ അംഗങ്ങൾക്കിടയിലെ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു തസ്തികയാണ് ഈ സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയുടെ രാജ്യസഭാ കാറ്റഗറിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ. ആ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ സി സദാനന്ദൻ എം പിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. സുഗന്ധവ്യഞ്ജന മേഖലയിൽ കൃത്യമായി BJP രാഷ്ട്രീയമായ ഇടപെടൽ കേരളത്തിൽ നടത്താൻ പോകുന്നു. മറ്റൊന്ന്, ഇതിൻ്റെ മറ്റൊരു രാഷ്ട്രീയ മാനം, ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ട് സ്വാധീന മേഖലയാണ്. അത്തരം മേഖലയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വില, സംസ്കരണം, സംഭരണം, വിതരണം, ഇതിലെല്ലാം കൃത്യമായി ശാസ്ത്രീയമായി ഇടപെടാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അതോറിറ്റിയാണ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ. ആ മേഖലയിലേക്ക് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം, ഒരു മുതിർന്ന നേതാവിനെ, രാജ്യസഭാ അംഗത്തെ ആ ബോർഡിലേക്ക് വിടുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം, ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വിപുലീകരണം കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് രാജ്യസഭാ കാറ്റഗറിയിൽ സി സദാനന്ദൻ എം പിയെ അതിലേക്ക് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് കേരളത്തിന് ഒരു നേട്ടമായി മാറുകയും ചെയ്യും. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.